everyone, welcome back to Salem Learning. എല്ലാ മക്കളും നല്ല ഉഷാറായി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് നിങ്ങൾക്ക് നമ്മളുടെ നാളത്തെ എക്സാം ബേസിക് സയൻസ് ആണ്. അതിന്റെ മാരത്തോൺ ഉണ്ട്, മക്കൾക്ക് അറിയാം. എല്ലാവരും വന്നേക്കണേ, നമുക്ക് ഉഷാറാക്കണടാ. എനിക്കറിയാം എല്ലാ കൂട്ടുകാരും കൂട്ടി നിങ്ങൾ വരാറുണ്ട് സാധാരണ. ഇന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് പൊളിച്ചടക്കണം. കളിയും ചിരിയും തമാശയും ഒക്കെ പറഞ്ഞുകൊണ്ട് നാളെ ഫുൾ മാർക്ക് നേടണം. ഓക്കെ, യെസ്. അതെങ്ങനെയാ സാറേ കളിച്ച് തിരിച്ച് തമാശ പറഞ്ഞിട്ടൊക്കെ ഫുൾ മാർക്ക് നേടാം? അതൊക്കെ ഒരു ടെക്നിക്കാണ്. ഇന്ന് രാത്രി വാ, കുട്ടികളൊക്കെ എല്ലാ കൂട്ടുകാരും കൂട്ടി വാട്ടോ. ഓക്കെ, അപ്പൊ നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ചോദിക്കണമെന്ന് സാറ് നിർബന്ധം പറയുന്നു. അതായത് സാറ് നിർബന്ധം പറഞ്ഞാൽ എക്സാമിന് ചോദിക്കുമോ? അങ്ങനെയല്ലടാ, നിർബന്ധമായിരിക്കും ഹാഫ് ഇയർലി എക്സാമിന് സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ഉണ്ടാകേണ്ട ചോദ്യമുണ്ട്. ആ ഏരിയ ആണ് സാർ ഇതാ ഇവിടെ പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ഇത് നിങ്ങൾ അഥവാ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് ടോപ്പർ ആകൂല. കാരണം എന്താണ്? ക്ലാസ് ടോപ്പർ ആവണമെങ്കിൽ ഫുൾ മാർക്ക് നേടണ്ടേ? ഫുൾ മാർക്ക് നേടാൻ ഈ മാർക്ക് പോയാൽ ഫുൾ മാർക്ക് നേടാൻ പറ്റുമോ? സിമ്പിൾ കാര്യമാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാം നമുക്ക്. ഒന്ന്, എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ? എന്താ സൊല്യൂഷൻ എന്ന് വെച്ചാൽ മക്കളെ നിങ്ങൾക്ക് അറിയാം. സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനി എന്ന് വെച്ചാൽ എന്താണ്? ലായനി എന്ന് വെച്ചാൽ യെസ്, നമുക്ക് പഠിക്കാനുണ്ട്. എന്തായിരുന്നു? നമുക്ക് ഒരു സൊല്യൂട്ട് അല്ലടാ മക്കളെ, ഒരു സൊല്യൂട്ടിനെ നമ്മളൊരു സോൾവെന്റിലേക്ക്, എൻ്റെ മക്കൾക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. ഓക്കെ, ഒരു സോൾവെന്റിലേക്ക് ചേർത്താലാണ് നമുക്ക് എന്ത് കിട്ടടാ? സൊല്യൂഷൻ കിട്ടുക. നമുക്ക് ഒരുപാട് എക്സാമ്പിൾ അറിയാം. പഞ്ചസാര വെള്ളത്തിലേക്ക് ചേർക്കുന്നു, അപ്പൊ പഞ്ചസാര സൊല്യൂട്ടാണ്. അഥവാ സൊല്യൂട്ടിന്റെ മലയാളം എന്താണ് മക്കളെ? ലീനം എന്നാണ് അല്ലെ. സോൾവെന്റിന്റെ മലയാളം എന്താ? ലായകം എന്നാണ് മക്കളെ. സൊല്യൂഷന്റെ മലയാളം എന്താ? ലായനി അല്ലെ. ഓക്കെ, അപ്പോ പഞ്ചസാര ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് ആണ്. അത് സോൾവെന്റ് ആയിട്ടുള്ള വെള്ളത്തിലേക്ക് ചേർക്കുമ്പോൾ പഞ്ചസാര ലായനി അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻ കിട്ടുന്നു അല്ലെ. സിമ്പിൾ എക്സാമ്പിളാ. അപ്പോ ഒരു ബീക്കർ എടുത്തിട്ട് അതിലൊരു സോൾവെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു സോൾവെന്റ് ഉണ്ട്. ഈ സോൾവെന്റ് അല്ലെങ്കിൽ ലായകം അല്ലെ, സോൾവെന്റ് അല്ലെങ്കിൽ ലായകം, ഈ ലായകത്തിലേക്ക് പരമാവധി അഥവാ മാക്സിമം എമൗണ്ട്, മാക്സിമം സൊല്യൂട്ട് ചേർത്താൽ, മാക്സിമം സൊല്യൂട്ട് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ, പരമാവധി ലീനം ചേർത്ത് കഴിഞ്ഞാൽ അപ്പൊ കിട്ടുന്ന ലായനിയെ വിളിക്കുന്ന പേരാണെന്ത്? പൂരിത ലായനി അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിനെ ഡെഫിനിഷൻ ആക്കാം? പരമാവധി ലീനം ലയിച്ചു ചേർന്ന ലായനിയെ വിളിക്കുന്ന പേരാണ് പൂരിത ലായനി. ഓക്കെ, മാക്സിമം സൊല്യൂട്ട് ഡിസോൾവ്ഡ് സൊല്യൂഷൻ ഈസ് കോൾഡ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പം വാട്ട് ഈസ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, റെഡി. ഇനി മക്കളെ അതിന് മറ്റൊരു കാര്യമാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതായത് നോക്കിയ മക്കളെ, നമ്മള് മാക്സിമം ഡിസോൾവ് ആക്കിയിട്ട് മാക്സിമം ഇതിൻ്റെ ഉള്ളില് ഇപ്പൊ അത് പഞ്ചസാരയാണെങ്കിൽ മാക്സിമം പഞ്ചസാര ഡിസോൾവ് ആക്കിയിട്ട് അതിനുശേഷം സാർ ഇത് എത്ര കലക്കിയിട്ടും സ്റ്റിർ ചെയ്തിട്ടും കാര്യമില്ല, ഈ പഞ്ചസാര കലങ്ങൂല. അതായത് പൂരിത ലായനി ആയി കഴിഞ്ഞാൽ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ ലീനം ലയിക്കൂല, സൊല്യൂട്ട് ഡിസോൾവ് ആവൂല. എന്നാൽ നോക്കിക്കേ, ഇതിപ്പോ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ്, സാച്ചുറേറ്റഡ് ആണ് അഥവാ പൂരിത ലായനിയാണ് അല്ലെ, പൂരിത ലായനിയാണ്. ആ ലായനിയിലേക്ക് ഞാൻ ഇനിയും എനിക്ക് എന്ത് ചെയ്യണം? ലയിപ്പിക്കണം എന്ന് വിചാരിച്ചോ. അപ്പൊ എന്ത് ചെയ്താൽ മതിയടാ? നമ്മൾ താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ മതി. താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ട് നോക്കിക്കേ, സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ വീണ്ടും ലീനത്തെ ലയിപ്പിച്ചാൽ, ഓക്കെ സാർ ആദ്യം മലയാളത്തിൽ പറയാം, താപനില വർദ്ധിപ്പിച്ചുകൊണ്ട് പൂരിത ലായനിയിലേക്ക് വീണ്ടും ലീനം ലയിപ്പിച്ചാൽ അതിന് വിളിക്കുന്ന പേരാണ് അതിപൂരിത ലായനി. ഓക്കെ, എന്താണ്? ഡിസോൾവ് മോർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇൻ ടു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ബൈ ഇൻക്രീസിങ് ടെമ്പറേച്ചർ. അതിന് വിളിക്കുന്ന പേരാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സോ മക്കളെ, പല രീതിയിൽ ഇവിടുന്ന് ചോദ്യം ചോദിക്കാറുണ്ട്. ഒന്നുകിൽ വാട്ട് ഈസ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സിമ്പിൾ. മറ്റൊന്ന് സാർ ഈ പറഞ്ഞ ഡെഫിനിഷൻ മക്കളൊന്ന് എഴുതി വെച്ചാൽ മതി, സിമ്പിൾ ഡെഫിനിഷൻ അല്ലേ. മറ്റൊന്ന് എന്താ ചോദിക്കുക? ഏതെങ്കിലും ഒന്ന് തന്നിട്ട് ഇതിന്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷനും സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനും എങ്ങനെയാണ് ഉണ്ടാക്കുക നിങ്ങളോട് എഴുതാൻ പറയും. ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയാണ് സോഡിയം ക്ലോറൈഡിന്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കുന്ന പൂരിത ലായനി ഉണ്ടാക്കൽ എങ്ങനെയാണ്, അതിപൂരിത ലായനി അല്ലെങ്കിൽ സൂപ്പർ സാച്ചുറേറ്റഡ് ഉണ്ടാക്കൽ എങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ എന്താ പറയാ? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ എന്താണ്? മാക്സിമം എമൗണ്ട് ഓഫ് സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ആയിട്ടുള്ള സൊല്യൂഷൻ സാച്ചുറേറ്റഡ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. പരമാവധി സോഡിയം ക്ലോറൈഡ് ലയിപ്പിച്ച ലായനിയെ വിളിക്കുന്ന പേരാണ് എന്താണ്? പൂരിത സോഡിയം ക്ലോറൈഡ് ലായനി. താപനില വർദ്ധിപ്പിച്ച് വീണ്ടും സോഡിയം ക്ലോറൈഡ് ലയിപ്പിച്ചാൽ അത് അതിപൂരിത സോഡിയം ക്ലോറൈഡ് ലായനി. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് വീണ്ടും സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ആക്കിയാൽ അത് സൂപ്പർ സാച്ചുറേറ്റഡ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. അപ്പം എന്തെങ്കിലും എക്സാമ്പിൾ തന്നിട്ടോ അല്ലെങ്കിൽ എക്സാമ്പിൾ തരാതെയോ നിങ്ങളോട് സാച്ചുറേറ്റഡും സൂപ്പർ സാച്ചുറേറ്റഡും ചോദിക്കും. ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് വരാറുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ലൈവിലേക്ക് പോര്,
പക്ഷെ കൂട്ടുകാരെയും കൂടി വിളിക്കാനാടാ, നമുക്ക് സൂപ്പർ ആക്കണ്ടേ. ഒരുപാട് ആളുകൾ നമ്മളെ ലൈവ് കണ്ട് നമുക്ക് ഈ ആൾ കൂടുമ്പോൾ എന്താണെന്ന് അറിയുമ്പോൾ ടീച്ചേഴ്സിന്റെ ആവേശം കൂടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തോ, ലിങ്കൊക്കെ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് വെച്ചോ. ഓക്കെ, നിങ്ങൾ ഞങ്ങളെ എന്താ പറയുക അത്രക്കും സ്നേഹമുള്ള മക്കളാണ്. നമ്മൾ NMMS-ലൊക്കെ നമ്മൾ അത്രക്കും സൂപ്പറായിട്ട് നമ്മൾ ചെയ്ത മക്കളാണ്. സോ നിങ്ങളെ ഞങ്ങൾ കൈവിടില്ല. നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റും. സോ നമുക്ക് ലൈവ് കാണാം. സൈനിങ് ഓഫ്.